ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ജീവികളും സ്നേഹിച്ചു, മനുഷ്യരും സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഹബീബിന്റെ സ്നേഹം പ്രകടമാക്കലാണ്. അതിമിസ്വലാത്ത അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിഗൈരി തറദ്ദുദി അമാലുനാ ബഅദൽ ഖബൂലി വർതിഹാ ഇല്ലാ സ്വലാത്ത അലൻ നബി മുഹമ്മദി യാ റബ്ബി സ്വല്ലി. ഖുർആനിൽ 92 സ്ഥലത്താണ് യാ അയ്യുഹല്ലദീന ആമനു. എത്ര സ്ഥലത്ത്? 92 സ്ഥലത്ത്. 20 സ്ഥലത്താണ് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചിട്ടുള്ള സംബോധന. ഈ 92 സ്ഥലത്തും യാ അയ്യുഹല്ലദീന ആമനു, 91 സ്ഥലത്തും തുടക്കത്തിലാണ്. يا أيها الذين آمنوا ادخلوا في السلم كافة يا أيها الذين آمنوا استعينوا بالصبر والصلاة يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين يا أيها الذين اتقوا الله وابتغوا إليه الوسيلة തുടങ്ങിയിട്ടുള്ള ആയത്തുകളൊക്കെ തുടക്കത്തിലാണ്. എന്നാൽ ഒരു യാ അയ്യുഹല്ലദീന ആമനു മാറ്റുണ്ട്. ഇപ്പൊ ബേപ്പൂർ ഒരാള് വാപ്പാക്ക് 5 മക്കളാണ്. മൂത്ത മകൻ മെയ്തീൻ കോയ, രണ്ടാമത്തെ ആയ ഉസ്മാൻ കോയ, മൂന്നാമത്തെ ആൾ അങ്ങനെ ഹംസ കോയ, അങ്ങനെ 5ാമത്തെ ആൾക്ക് കോയ മേരി. നേരെ കോയന്ന് തിരിച്ചിട്ട് പറഞ്ഞു. ഇങ്ങോട്ട് കംപ്ലൈന്റ് ചെയ്തു, എല്ലാവരും കോയ ഒടുവിലാണ്, എന്റെ കോയ ആദ്യമാണ് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ പല ആയത്തുകളിൽ ഒരായത്ത് ഇങ്ങനെ, ആ ആയത്താണ് ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു. ആ ആയത്ത് ദിവസം 3 പ്രാവശ്യം ഓതുക. എന്നിട്ടൊരു 3 സ്വലാത്ത് ഇല്ല. അത് ഭയങ്കര സംഭവമാണ്. ആ ആയത്ത് രാവിലെ അല്ലെ എല്ലാവർക്കും കാണാതറിയുന്ന ആയത്ത് അല്ലെ, എല്ലാവർക്കും കാണാതറിയുന്ന ആയത്താണ് ഇത് ഇന്നല്ലാഹു മലായികതുഹു. നമ്മള് മൗലൂദിന്റെ തുടക്കത്തിൽ നമ്മൾ ചെല്ലും, നമുക്ക് ചെല്ലാൻ കുറെ അവസരം കിട്ടുകയാണ്. അത് രാവിലെ അല്ലാമ സഹാബി തങ്ങൾ പറയാം, അത് രാവിലെ ആ ആയത്ത് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് എന്നിട്ട് ഏത് സ്വലാത്തും, സ്വലാത്തിന് ഇന്ന പദങ്ങളെന്നില്ല, ഈ ആയത്ത് ഇറങ്ങിയ സമയം ഇന്നല്ലാഹ അല്ലാഹു വമലായികത, അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രമേയം എന്ന് വരുത്തി തീർക്കാൻ ചെയ്യേണ്ടത് ചെയ്യുന്നു, പറയേണ്ടത് പറയുന്നു, നിർവഹിക്കേണ്ടത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും. അപ്പൊ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ കഴിയൂല എന്നുള്ള നിലക്കാണ് അല്ലാഹുമ്മ സല്ലി, അപ്പണി റബ്ബെ ഏറ്റെടുക്കുക അറിയാം. അല്ലാഹുമ്മ സല്ലി, അതാ ചേകന്നൂര് പറഞ്ഞത്. ചേകന്നൂര് പറഞ്ഞ എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാല് അത് അള്ളാഹനെ മക്കാറാക്ക ഇൻസൾട്ട് ചെയ്യലാണ്. എന്താ അറിയാം, അള്ളാഹു തആല എന്താ പറഞ്ഞത്? സല്ലു അലൈഹി, നബി തങ്ങളെ സലാത്തില്. അപ്പൊ നമ്മള് പറയാം അല്ലാഹുമ്മ സല്ലി, സൗകര്യമില്ല ജലിക്കോ എന്ന് പറയലാന്നാ മുപ്പര് പറയുന്നത്. അപ്പോ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു ഭയങ്കര പരിപാടി നമുക്ക് കഴിയൂല. അതുകൊണ്ടാണ് സല്ലിമു തസ്ലീമ, അക്കാര്യം നിങ്ങൾ ഏറ്റെടുത്തോളി, നിങ്ങൾ ഏൽപ്പിച്ചോളൂ. അങ്ങനെ അള്ളാഹുവെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ എങ്ങനെയാണ് അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു രൂപമാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നമ്മൾ അത്തഹിയ്യാത്തുലില്ലാഹി ഹമീദും മജീദ് എന്ന് പറയുന്ന അസ്സലാത്ത് അവിടെ കാണാം നിർബന്ധമായി ചെല്ലേണ്ട സ്വലാത്ത്. കൈഫ നുസല്ലി അലൈക ഫിസ്സലാ, നിസ്കാരത്തിൽ എങ്ങനെ സ്വലാത്ത് ചൊല്ലണം, അത് ഇബ്രാഹിമിയ എന്നുള്ളതാണ്. മറ്റു സ്വലാത്തുകളോ ഫൈൻ സല്ലൈതും അലയ്യ ഫഹ്സിനുസ് സ്വലാ, പിന്നെ ഒരാള് ഒരു സ്വലാത്തെ കേൾപ്പിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വേറെ സ്വലാത്തുണ്ട്, നാദിയ സ്വലാത്ത് വേറെയുണ്ട്, സലാത്തു താജ് വേറെയുണ്ട്, സലാത്തുൽ മുൻജിയ വേറെയുണ്ട്, സലാത്തുൽ കമാലിയ വേറെയുണ്ട്. അങ്ങനെ ഒരുപാട് 100-ലധികം സിഗകൾ, പ്രയോഗങ്ങൾ അല്ലാമ നബഹാനി തങ്ങൾ അതിന്റെ ഫായിദകളൊക്കെ
പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വലാത്ത് ചൊല്ലിയാൽ 70,000 മലക്കുകളുടെ കിട്ടുന്നതുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് കിട്ടുന്നതുണ്ട്. ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നതുണ്ട്, നേട്ടങ്ങൾ കൈവരിക്കുന്നതുണ്ട്. നിങ്ങൾ എന്റെ പേര് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആശയം നന്നാക്കി ചെല്ലണമെന്നാണ്. ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാത്ത വേറെ സ്വലാത്തൊന്നും ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഓരോന്നെ ചെല്ലും മുഹമ്മദ് റസൂലില്ല. ആരുടെ വീട്ടിൽ കുറ്റിനടിക്കാന്ന് പറഞ്ഞ പോലെ പറയണതല്ല ചെയ്യണതല്ല പറയാം. അങ്ങനെ പലപ്പോഴും പലതും കാണാം. അതുകൊണ്ട് സ്വലാത്ത് വലിയ പ്രതിഫലമുള്ളതാണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മഹബത്ത് കിട്ടാൻ നല്ല സംഭവം ആണ്. നിങ്ങൾ നോക്കൂ, ദൽഫ് ബിൻ ജഹദർ ശിബിലി റളിയല്ലാഹു അൻഹു മഹാൻ. ആ മഹാനവറുകൾ ഒരിക്കൽ കപ്പലിൽ യാത്ര പോകുക. കടലിലൂടെ ഇങ്ങനെ കപ്പലിൽ യാത്ര പോകുമ്പോൾ കപ്പൽ ഇളകാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഇളകി. അങ്ങനെ ഇളകി ഇങ്ങനെ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി ഒക്കെ മറിഞ്ഞ് ചാടി, ആൾക്കാരൊക്കെ മറിഞ്ഞ് ചാടാൻ ഇതിനൊക്കെ തുടങ്ങി. ഇയാൾ ഇന്നങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഇതൊന്നും അറിയണില്ല. ആൾക്കാർ കൂക്കുന്നുണ്ട്, ആർക്കുന്നുണ്ട്, പല സംഗതികളും. ഇങ്ങനെ 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 ചെയ്യുമ്പോ ആൾക്കാരൊന്നായിട്ട് ഇയാളെടുത്ത് വന്നു. നിങ്ങളൊന്നും ദ്വാരന്നേരിന്ന്. എന്താ ദ്വാരക്കാൻ മാത്രം എന്താന്ന് ചോദിച്ചു. നിങ്ങളത് അങ്ങോട്ടും അറിയണു, നമ്മളത് അങ്ങോട്ടും അതിന് അറിയുന്ന എന്താ അല്ലെ. ഇപ്പൊ കപ്പൽ ഇപ്പം ആരാണ് ഇപ്പൊ ആകെ പ്രശ്നമാണ്. നിങ്ങള് പിടിച്ച് നീപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു വേറെ ലോകത്തല്ല, വേറെ ആരിലല്ല. അവിടെ ഇങ്ങനെ കൊണ്ടുപോയിക്കുമ്പോൾ കടലിങ്ങനെ മല പോലെ ഇങ്ങനെ തിരമാല വരിക. അപ്പൊ അള്ളാഹിനോട് യാ റബ്ബി യാ റബ്ബി യാ റബ്ബി പഠിച്ചോനെ എത്തപ്പോ കാട്ടാൻ കണ്ടിരിക്കണത്. ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിക്കാന്നുള്ളത് ഞങ്ങൾ കണ്ടു. ഞങ്ങനെ സന്തോഷിപ്പിക്കാന്നുള്ളതൊന്ന് കാണിച്ചടിക്കാം. അപ്പൊ ഇതുവരെ കണ്ടു. അത്ര മതി ഇത്ര മതി ഇത്ര മതി ഈ വാക്കുകൾ കാണിച്ചടിക്കാം. കടലപ്പായിട്ട് ശാന്തായി. അങ്ങനെ ശാന്തായി പീടി കിട്ടുന്ന നേരത്തെ നിങ്ങൾ ഇടിമതി 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 വലിയ വെച്ചാട്ടെ നിങ്ങൾ പറഞ്ഞു നോക്കി. നടക്കൂല. കാരണം അന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പറയുന്ന ആൾക്കാർ രണ്ടും മാറ്റണ്ട്. സംഭവം അങ്ങനെ അല്ലേ. ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ ആൾക്കാർ പിന്നെ ഇയാളെ വിടുന്നില്ല. എന്തേ? എല്ലാരും വെള്ളവും മറിഞ്ഞു. ഇപ്പൊ കുടിക്കാൻ തുള്ളി വെള്ളമല്ല. അങ്ങനെ ഇടങ്ങാറായിക്കുമ്പോ ലേശം വെള്ളം മുക്കിയെന്നറിഞ്ഞു. ഉപ്പ് വെള്ളം കടലിന്ന് മുക്കി. ഇയാളെന്തോ ചെല്ലിയിട്ട് ഇങ്ങനെ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രം എങ്ങനെ കാട്ടി എല്ലാരും പാത്രം നിറച്ചു. എല്ലാരും പാത്രം നല്ല പ്യൂർ വാട്ടർ. അതില് എങ്ങനെയാണ് ഈ സ്ഥാനം കിട്ടിയത്? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ആ മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. ശാഫി ഇമാമിന്റെ വഫാത്തിന്റെ ശേഷം ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? റബ്ബ് തആല എനിക്ക് വലിയ സ്ഥാനം നൽകി. ഏതാണ് ആ സ്ഥാനം നൽകാൻ കാരണമായത്? ഞാൻ എന്റെ കിതാബുൽ റിസാല എന്ന കിതാബിൽ ഒരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. വലം തുംസിബിനാ നിഅമത്തുല്ലാഹി വലാ ബതലതൻ ഇല്ലാ ബിഅഹല്ലം ഫീ ദീനിൻ ഔ ദുനിയാ വമൻ ദഫഅനാ മക്റു ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബു ഹാദിഹി നിഅമ അൽ ഖായിദു ഇലാ ഖൈരിഹാ അൽ ഹാദി ഇലാ റുഷ്ദിഹാ തുടങ്ങിയിട്ട് ചെറിയ മാറ്റമുണ്ടെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സ്വലാത്ത്, നാരിയത്തു സ്വലാത്തിന്റെ ആശയമുള്ള ഒരു സ്വലാത്ത്. ആ സ്വലാത്താണ് എനിക്ക് രക്ഷപ്പെടാൻ കാരണമായതെന്ന് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഈ ശിബിലി ഇമാമിനെ, നേരത്തെ പറഞ്ഞ ശിബിലി ഇമാമിനെ കുറെ ആളുകളൊക്കെ ഇങ്ങനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ങനെ വരിക. എല്ലാവർക്കും നബി തങ്ങളെ കൈ പിടിച്ച് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുത്തുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. ഞാനും പിടിച്ച് മുത്തി. ശിബിലി ഇമാം പിടിച്ച് മുത്തിയോട് കൂടെ ശിബിലി ഇമാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെറ്റിത്തടത്തിലാണ് ഉമ്മ വെച്ചു. അപ്പൊ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചപ്പോ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ റസൂലുള്ളാഹിനെ ചോദിച്ചു, ഹബീബായ തങ്ങളെ ഇങ്ങനെ മൂപ്പരെ മാത്രം ഇങ്ങനെ എന്താ മൂപ്പരെ മാത്രം ഉമ്മ വെച്ചെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂപ്പര് ഇശാന്റെ സുന്നത്ത് നിസ്കാരത്തില് ലഖദ് ജാഅക്കും ഓതലുണ്ട്. ഇശാന്റെ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ സൂറത്ത് ഓതണം. ആ സൂറത്ത് ഓതുന്ന കൂട്ടത്തിൽ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, അല്ലേ? എല്ലാവർക്കും അറിയണ
ആയത്താണല്ലോ. നമ്മൾ മങ്കൂസ് മൗലിദിൽ പറയുന്ന ആയത്താണ്. അതാ സുന്നികളുടെ പ്രത്യേകത. ഒരു വഹാബിനോട് പോയിട്ട് യാസീൻ ഓതാൻ പറഞ്ഞു നോക്കി, പോകുന്നില്ല. അങ്ങനെയാണ്. കാരണം നമുക്ക് കാണാതെ അടിച്ചിട്ടില്ല. നമുക്ക് കാണാതെ എല്ലാവർക്കും അറിയാം അല്ലെ. അതേപോലെ ലഖദ് ജാഅക്കും പല ആയത്തുകൾ നമുക്കറിയാം. അങ്ങനെ ഈ ലഖദ് ജാഅക്കും എന്നുള്ള ആയത്ത് അവൻ നിങ്ങളും സുന്നത്തസ്കാരത്തിൽ ഓതിക്കൊണ്ടു. വലിയ കാര്യമാണ്. ഇശാനെ നമ്മൾ സാധാ സൂറത്ത് ഓതണം, പൂർത്തിയായിട്ട് സൂറത്ത് ഓതണം. ആ ഓതിന്റെ ശേഷം ലഖദ് ജാഅക്കും ബിസ്മി ഓതണ്ട, സൂറത്ത് തൗബയുടെ ആയത്താണ്. അപ്പോ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു റഹീം വരെയാണെങ്കിൽ അതുവരെ, അല്ലെങ്കിൽ വഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു. അതോതുന്നത് വളരെ നല്ലതാണ്. സ്വലാത്ത് ചെല്ലുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.